A+2 സ്വാഗതം. റേഷൻ കടകളിൽ പോയി റേഷൻ വാങ്ങാൻ മടി കാട്ടുന്ന ആളുകൾ എല്ലാം പ്രത്യേകിച്ച് അറിയേണ്ട ഒരു എപ്പിസോഡാണ്. നിങ്ങൾ ദയവായി റേഷൻ വാങ്ങണം. റേഷൻ വാങ്ങാത്ത പക്ഷം നിങ്ങളെ ഈ റേഷൻ കാർഡ് ചിലപ്പോൾ കട്ട് ചെയ്തു എന്ന് വരില്ല. ഒരിക്കലും റേഷൻ വിഹിതം കിട്ടാത്ത നിലയിലേക്ക് നിങ്ങളെ മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില പുതിയ തീരുമാനങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. ഈ എപ്പിസോഡ് പൂർണ്ണമായും റേഷൻ കാർഡുള്ള എല്ലാവരും കാണണം, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും വേണം. ഇപ്പോൾ ഒരു പുതിയ പദ്ധതി കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്. ഇന്ത്യയിൽ എവിടെയുമുള്ള ഒരാൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാം. ഏത് റേഷൻ കടയിലും റേഷൻ കാർഡ് ഹാജരാക്കി റേഷൻ വാങ്ങാൻ പറ്റുന്നതാണ് ഈ പദ്ധതി കൊണ്ടുള്ള ഉദ്ദേശം. ഈ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പലയിടത്തും ഭാഗികമായെങ്കിലും നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ചില കാര്യങ്ങൾ വളരെ പ്രശ്നസാധ്യതയുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. അത് മറ്റൊന്നുമില്ല, അരി വിഹിതം, കേന്ദ്രം അലോട്ട് ചെയ്യുന്ന അരി വിഹിതത്തിൽ വലിയൊരു കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ അരി കൃത്യമായും റേഷൻ കടകളിൽ നിന്നും വാങ്ങാത്ത ആളുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിഹിതം കുറയും എന്നുള്ളതാണ് സ്വാഭാവികമായും സംഭവിക്കുക. ഈ റേഷൻ വിഹിതം കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിക്കുന്നത് എങ്ങനെ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും ഒടുവിലത്തെ സെൻസസിൻ്റെ നിലവാരം നോക്കിയിട്ട്, സെൻസസിനെ ആസ്പദമാക്കി ആണ് വിഹിതം നൽകുക, അരി വിഹിതം നൽകുക. ഇപ്പോൾ തന്നെ കേരളത്തിൽ പൊതുവെ ദരിദ്ര വിഭാഗം, അതായത് ദരിദ്രരിൽ ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗം കുറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് അരിവിഹിതത്തിൽ വളരെ വലിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 14.2 ലക്ഷം ടൺ അരിയാണ് നമുക്ക് ഒരു വർഷം ഈ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്നതിൽ നിന്നും ഇനിയും കുറയാൻ സാധ്യത കാണുന്നു എന്നതിനാൽ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഒബ്ജക്ഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള വിയോജിപ്പല്ല, ഈ പദ്ധതിയെ തുടരുമ്പോൾ കേരളത്തിൻ്റെ അരിവിഹിതത്തിനെ അത് ബാധിക്കും എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 3 വർഷം കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ റേഷൻ കാർഡ് ഈ ആധാറുമായി ലിങ്ക് ചെയ്യുന്നത് പൂർണ്ണമായി രാജ്യത്ത് നടപ്പായി കഴിഞ്ഞാൽ ഈ പദ്ധതിയും, അതായത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി പൂർണ്ണമായും നടപ്പാക്കുകയും ചെയ്യും. ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ ആധാറും റേഷൻ കാർഡും തമ്മിലുള്ള ലിങ്ക് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എത്രയും വേഗം തന്നെ ഈ പദ്ധതി നടപ്പാവുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അറിയാനുള്ള ഒരു സുപ്രധാനപ്പെട്ട വിവരം കൂടി പങ്കുവെക്കുന്നത്, മഞ്ഞ അതേപോലെ പിങ്ക് എന്ന നിറത്തോടുകൂടിയ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളിലും വലിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതിൽ ഈ റേഷൻ കാർഡുകൾ നിരീക്ഷിക്കാനുള്ള ഒരു അധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമായിരിക്കും ഈ 2 റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരി വിഹിതം നൽകുന്നത് എന്നുള്ളതാണ്. അവർ ആരൊക്കെ വാങ്ങുന്നു, ആരൊക്കെ വാങ്ങാതിരിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായും നിരീക്ഷിക്കപ്പെടും. അത് ഈ 2 കാർഡ് ഉടമകളല്ല, ബാക്കി കാർഡ് ഉടമകളും ഇത് വാങ്ങുന്നുണ്ടോ എന്ന നിരീക്ഷണം ഉണ്ടാകും. ഇതിനു വേണ്ടി സ്മാർട്ട് PDS എന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലൂടെയാണ് ഇക്കാര്യങ്ങളുടെ നിരീക്ഷണം ഈ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഈ അംഗങ്ങൾ, ഈ റേഷൻ കാർഡ്, ഒരു കുടുംബത്തിൻ്റെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്ക് ഈ അംഗങ്ങളുടെ വിവരങ്ങൾ, അവർ എത്ര വിഹിതമാണ് അവർക്ക് നിലവിൽ ലഭിക്കുന്നത്, അവർ ഒരു മാസം എത്രയാണ് വാങ്ങുന്നത്, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതി പ്രകാരം നിരീക്ഷിക്കും എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്
സംസ്ഥാന സർക്കാരാണ്. അതിൽ നിന്നും ഒരു ക്ലൗഡ് ഫെസിലിറ്റിയിലൂടെ കേന്ദ്ര സർക്കാർ ഇതെല്ലാം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് സൂചന എന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഏകദേശം ഒരു കാര്യം ഇതിലൂടെ അറിയാൻ കഴിയും, ആര് വാങ്ങുന്നു ആര് വാങ്ങുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇനി അത് കേന്ദ്ര സർക്കാർ കൂടി ആ അറിവ് ഏറ്റെടുക്കുന്നു, ഇല്ലെങ്കിൽ ആ അറിവ് കേന്ദ്ര സർക്കാർ ഇനിയുള്ള കാര്യത്തിന് പ്രയോജനപ്പെടുത്തുന്നു, അരി വിഹിതം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിഥികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിയാൽ, ഇല്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ റേഷൻ കടകളിൽ നിന്നും വാങ്ങിയാൽ ഒരു പക്ഷേ നമ്മുടെ റേഷൻ വിഹിതത്തിൽ വലിയൊരു കുറവ് സംഭവിക്കില്ല എന്നുള്ളതാണ് മറ്റ് ഒരു നിഗമനം. യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ 16 ലക്ഷം ടൺ അരി നമുക്ക് ഉണ്ടായിരുന്നതിൽ നിന്നും 14.25 ലക്ഷമായി കുറഞ്ഞു. അത് ഭക്ഷ്യ സുരക്ഷാ നിയമം വന്നതിന് ശേഷമാണ് ഈ കുറവ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ മുൻഗണനാ റേഷൻ കാർഡുകളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട്, അവരിൽ 98% പേരും ഇത് വാങ്ങുന്നു എന്നുള്ളതാണ്, അരിവിഹിതം വാങ്ങുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില വിഭാഗത്തിൽ ഉള്ളവർ വാങ്ങാതെ ഒഴിഞ്ഞു പോകുന്നത് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വരെ ഒരു നീക്കം നടത്തുകയുണ്ടായി. കാരണം അത്തരക്കാരെ ഇനി റേഷൻ കാർഡ് തന്നെ അവർക്ക് വേണമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു പുനഃപരിശോധന വേണം എന്നുള്ള നിഗമനത്തിലാണ്. എന്തായാലും റേഷൻ കാർഡ് നിരോധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ വിഹിതം ചിലപ്പോൾ നിങ്ങൾ വാങ്ങാത്തതുകൊണ്ട് 6 മാസമൊക്കെ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആണെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കും, നിങ്ങളുടെ വിഹിതം ഒഴിവാക്കും. അതുകൊണ്ട് സമ്പന്നരാണെങ്കിലും ഈ എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ അരി വാങ്ങണം. അരി വാങ്ങി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുക. പഴയ പോലെ എല്ലാം അരിയും ലഭിക്കുന്ന അരികളെല്ലാം മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. ഈ റേഷൻ കടകളുടെ അരി പലപ്പോഴും ഉപയോഗിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ ഊണ് വാങ്ങി കഴിക്കും. പക്ഷേ അത് നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച് കഴിച്ചാൽ പലപ്പോഴും പല ആളുകൾക്കും അതൊരു ക്ഷീണമാണ്. റേഷൻ കടയിൽ റേഷൻ വാങ്ങാൻ പോകുന്നത് ഒരു ക്ഷീണമായിട്ട് കരുതുന്ന നിരവധി ആളുകളുണ്ട്. മുമ്പ് ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ എന്നടുത്ത് നേരിട്ട് പറഞ്ഞതാണ്, റേഷൻ കടയിലോ ആര് പോകാൻ, ഞങ്ങളൊക്കെ നല്ല ചമ്പാവരി നല്ല റോസ് അരിയൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആളുകളാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആകരുത്, നമ്മൾ റേഷൻ വാങ്ങണം എന്നുള്ളതും നിങ്ങളെ ഈ എപ്പിസോഡിൻ്റെ അവസാനമായി ഓർമ്മിപ്പിക്കുന്നു. നന്ദി.